നാട്ടടുക്കളയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വഴുതിനിങ്ങ മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 വഴുതിനിങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് മുറിക്കുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഭാഗം ഇതേപോലെ എടുക്കുക. ഇതും നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് എടുക്കാം. ഇതിന് മുറിച്ചെടുക്കാം. ഇതേ കനത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇതേപോലെ ഇതിന് മുഴുവനായി മുറിച്ചെടുക്കാം. ഇതിന് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുക്കണം. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ഈ മഞ്ഞ വെള്ളം കഴുകിയിട്ട് നമ്മൾ കളയണം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞു കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒന്നെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്ര വെള്ളം മതി. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് നോക്കി നോക്കാം. നന്നായി തടിച്ചു വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇളക്കി മൂടി വെക്കാം. നമുക്ക് അത് വെള്ളം വറ്റുന്നവരെ. ഇത് ആദ്യമേ എണ്ണ ഒഴിച്ച് വെച്ചാൽ ഇത് നല്ലോണം അടിഞ്ഞു പോകും. ഇതേപോലെ വെച്ചാൽ നമുക്ക് നല്ല വേറി കിട്ടും. ആദ്യം വെക്കുമ്പോൾ തന്നെ നല്ല തീയിൽ വെച്ച് കൊടുക്കണം, തിളച്ച് വരുന്നത് വരെ. പിന്നെ കുറച്ച് മീഡിയം തീ ആക്കി കൊടുക്കാൻ മതി. ഇനി ഒന്ന് മൂടി വെക്കാം. ഇതായോ നോക്കാം. ഇത് വെള്ളമെല്ലാം വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി തീ ഓഫാക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.